സ്മൃതി പരുത്തിക്കാട്. Tell me, any doubts? No doubts? Enthusiasm needs to be expressed. Bharat Mata ki! This side is again weak. The lady in yellow can stand up. Yeah, don't look on this side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Why this attitude? Bharat Mata ki! This woman is still standing like this. I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of Youth Conclave. നമസ്കാരം. കോഴിക്കോട് എവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയുടെ പ്രകടനം. ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ, അല്ലെങ്കിൽ പരിപാടിയിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടത് ഒരു അധ്യാപികയോടാണ്. രാജ്യസ്നേഹം വിളിച്ചു പറയേണ്ടതാണോ? അങ്ങനെ പറയുന്നതല്ല എന്റെ രാജ്യസ്നേഹമെന്ന് ഈ രാജ്യത്തെ ഒരു പൗരന് തീരുമാനിച്ചുകൂടെ? വിളിച്ചു പറയാത്തവർ പുറത്തു പോകണം. ചർച്ചയിൽ CPM പ്രതിനിധി വി വസീഫ്, സാമൂഹ്യ നിരീക്ഷകൻ ദാമോദർ പ്രസാദ്, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ഈ പരിപാടിയുടെ സംഘാടകനായ ശ്രീഹരി എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീഹരിയിലേക്ക് പോവുകയാണ്. ശ്രീഹരി, ഇന്ന് നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി, അത് RSSന്റെ ഒരു സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ചിട്ടുള്ള പരിപാടിയാണ്. ഖേലോ ഇന്ത്യ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി കൂടി. അപ്പോൾ വിവിധ കോളേജുകളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ പരിപാടിയിൽ സമ്മാനം സ്വീകരിക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പല ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ, സത്യമല്ലേ ശ്രീഹരി? ഇതില് ചില ധാരണാപിശകുകളുണ്ട്, അത് ഞാൻ വ്യക്തമാക്കാം. അല്ല, ഞാൻ പരിപാടി നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി എന്നുള്ള പേരിൽ സ്വാമി പരിപാടിയുടെ സംഘാടനം പ്രോഗ്രാമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. NYCC എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പരിപാടിയുടെ സംഘാടനം NYCC എന്ന് പറയുന്ന കോഴിക്കോട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ സംഘാടനത്തിലാണ് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഖേലോ ഭാരത് എന്നുള്ള കായിക മേഖലയുള്ള ഓർഗനൈസേഷൻ, അതേപോലെ നെഹ്റു യുവകേന്ദ്ര തുടങ്ങിയ സംഘടനകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. തപസ്യ കലാസാഹിത്യവേദി പോലെയുള്ള സംഘടനകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. ഈ ജനുവരി 12 ആരംഭിച്ച പ്രോഗ്രാം അന്ന് കൂട്ടയോട്ടത്തോടുകൂടി ആരംഭിച്ചതാണ് കോഴിക്കോട് ബീച്ചിൽ. മുൻ വോളിബോൾ ക്യാപ്റ്റനായിട്ടുള്ള വിപിൻ M. ജോർജാണ് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ പ്രോഗ്രാമുകൾ നടക്കുകയുണ്ടായി. അതിൻ്റെ സമാപന പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് യൂത്ത് കോൺക്ലേവ് ഫെബ്രുവരി 3 ഇവിടെ കോഴിക്കോട് വെച്ചിട്ട് നടന്നിട്ടുള്ളത്. അതിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി അവർ ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. ആ പ്രോഗ്രാമിനകത്ത് നിരവധിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പല ക്യാമ്പസുകളിൽ നിന്നും പല മേഖലയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. പല ആളുകൾക്കുള്ള ആദരവ് ആ പ്രോഗ്രാമിൽ വെച്ച് അടക്കം അവർക്കുള്ള അനുമോദനങ്ങൾ അടക്കം നടത്തുകയുണ്ടായി. അങ്ങനെ ആ പ്രോഗ്രാമിനകത്ത് നെഹ്റു കേന്ദ്രയുടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുണ്ടായിരുന്നു. ഇങ്ങനെ മുഴുവനായിട്ടുള്ള ആളുകൾ ആ പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അത് സംഘപരിവാർ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ കണ്ടെത്തലാണ്. അല്ലെങ്കിൽ ആ നമ്മളീ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിലെ പല ക്യാമ്പസുകളിലായിട്ട് പ്രോഗ്രാം ഇതിന്റെ NYCCയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് അവിടെ നടന്നിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ മുഴുവൻ ആളുകളുടെയും മുദ്രാവാക്യമാണ്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഇല്ല ഇന്ത്യക്ക്. ഇവിടെ സ്വാതന്ത്ര്യം നേടി തന്ന സമയത്ത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ചിട്ടുള്ളതാണ്. ഇവിടെ ദേശീയഗാനം ആലപിക്കാം. ഈ ഭാരത് മാതാ കി ജയ് എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയുടേതായില്ല. RSSന് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാം. അങ്ങനെ ഒരു മുദ്രാവാക്യം അവിടെ മന്ത്രിക്ക് വിളിക്കാം, അതൊരു കുഴപ്പമില്ല. അത് ഏറ്റു വിളിക്കണം എന്നുള്ള നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്തില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി ആ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി കൈകെട്ടി നിന്ന ഒരു അധ്യാപികയോടാണ്. നിങ്ങൾ ഈ പരിപാടിയിൽ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പരിപാടിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞത് ഒരു അധ്യാപികയോടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു മന്ത്രിക്കെതിരെ പറയാനൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്.
നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലെ വാർത്തകളെ വളച്ചൊടിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഒരു അധ്യാപികയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അതിനകത്തുള്ള പല ആളുകൾ, ഞാനും പറയട്ടെ, ഞാൻ ആ പ്രോഗ്രാമിൽ ഉണ്ടായതാണല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് ഈ മീനാക്ഷി ലേഖി പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഇതൊരു സംഘപരിവാർ പരിപാടിയല്ല. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പല യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മന്ത്രിയുടെ പ്രസംഗം ഏകദേശം 40 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം അവസാനത്തോടടുക്കുന്ന സമയത്ത്, മന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഭാരത് മാതാ കി ജയ് വിളിച്ചു. ആ സമയത്ത് അവിടെ പല ആളുകളും, അല്ലെങ്കിൽ പ്രസംഗത്തിൽ ശ്രദ്ധിക്കാതിരുന്ന ആളുകളും മുദ്രാവാക്യം വിളിച്ചില്ല. ഇത് കണ്ട് രാജ്യത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ആളുകളോട് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറഞ്ഞ സമയത്ത് അതിലെന്തിനാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര അസഹിഷ്ണുത? അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ അധ്യാപികർക്ക് പേടി കൊണ്ടാണെന്ന് കള്ളം പറയരുത്. ആ പ്രോഗ്രാം സംഘടിപ്പിച്ചാണ്. അതിനുശേഷം കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകർ അവിടെ വന്നു. ആ പ്രോഗ്രാം നടന്ന ഹാളിനകത്ത് വന്നിട്ട് ഈ അധ്യാപികയെ കാണാൻ വേണ്ടി ശ്രമിച്ചു. അവർക്ക് ഒരു വിവാദത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ ഒന്നും തന്നെ ഉദ്ദേശിച്ചില്ല. ശ്രീഹരി, ബഹളം വെക്കാതെ മറുപടി പറയാം. മീനാക്ഷി ലേഖി പറഞ്ഞത് താങ്കളും കേട്ടു, നമ്മളെല്ലാവരും കേട്ടു, ഈ നാട്ടിലുള്ള എല്ലാവരും കണ്ടു അല്ലേ? അവരുടെ പ്രസംഗത്തിൽ അവസാനം ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നു. ആ മുദ്രാവാക്യം വിളിക്കാൻ നിർബന്ധിക്കുന്നു. ഇതാ അവിടെ നിന്ന് അത്ര ശബ്ദം പോരാ, ഒന്നുകൂടി ഉറക്കെ പറയൂ എന്ന് ആവർത്തിക്കുന്നു. അവിടെ കുറച്ചുകൂടി ഉറക്കെ പറയുന്നു. അത്ര പോരാ എന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉറക്കെ പറയുന്നു. ഇത് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു അധ്യാപക കൈയും കെട്ടി നിൽക്കുന്നു. ഇവർക്ക് ഇത് ബാധകമല്ലാന്ന് തോന്നുന്നു. അവർ നിൽക്കുന്നത് കണ്ടില്ലേ, കൈയും കെട്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ടാണ് മന്ത്രി പറയുന്നത്. ഇവർക്ക് ഭാരതത്തിലെ ഒരു പൗരനാണ് എന്ന അഭിമാനമില്ല എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാം. ഇത് മന്ത്രി പറഞ്ഞോ ഇല്ലയോ? ഭാരതം അമ്മയാണ് എന്ന് അവരെ സേവിക്കണമെന്ന് പറഞ്ഞ് സ്വാമി വിവേകാനന്ദന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഭാരതത്തിന്റെ പൈതൃകത്തിൽ അഭിമാനമില്ലാത്തവർ ഇവിടുന്ന് വേദി വിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞതിൽ ഞാൻ അവിടെ ഒരു തെറ്റും കാണുന്നില്ല. അവിടെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട വാർത്തയെ കൃത്യമായിട്ട് അതിനുശേഷം മന്ത്രി വിളിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളും ഇവിടെ ദേശീയ ഗാനം ആലപിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അതിന് കൂടെ ആലപിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വേണ്ട എന്ന് തീരുമാനമെടുക്കാം എന്ന് വരെ പറഞ്ഞ സുപ്രീം കോടതി വിധി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഭരണഘടന ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ചോദ്യമാണ്. ഞാൻ ബാക്കിയുള്ളവരിലേക്ക് കൂടി പോയിട്ട് താങ്കളിലേക്ക് വരാം. വസീഫ്, ഇന്നിപ്പോൾ മീനാക്ഷി ലേഖിയുടെ പ്രസംഗം താങ്കളും കണ്ടിരിക്കും. അതിനുശേഷം അവിടെ നടന്നത് എന്താണ് എന്നുള്ള ദീർഘമായ ദൃശ്യങ്ങളും താങ്കൾ കണ്ടിരിക്കും. അതിനെതിരെ പ്രതികരിക്കാൻ പോലും അത് അനുഭവിച്ച അധ്യാപികയ്ക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ കാണുന്നത്? ഇത് കോഴിക്കോട്ടാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ പല കാര്യങ്ങളും നടന്നതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആ അധ്യാപികയെ അറിയാൻ വേണ്ടി സാധിക്കുമോ? ആ അധ്യാപികയോട് സംസാരിച്ചിട്ടുള്ള ആളാണ് ശ്രീഹരി. ഇപ്പോൾ മീനാക്ഷിയിലേക്ക് പറഞ്ഞതിനെ പോലും വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണല്ലോ. അപ്പോൾ താങ്കൾക്ക് അതും പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. വസീഫ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മന്ത്രിയുടെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെ കാണും? സ്മൃതി, ഇവിടെ RSS നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു ധ്രുവീകരണത്തിന് പരിശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം NITയിൽ സംഭവിച്ച സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വൈകുന്നേരം നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് നിർബന്ധിച്ച് എന്തോ ഒരു ദേശസ്നേഹം ഉണ്ടാക്കുന്നവരായി. അതായത് ഇവർ കുറച്ച് ആളുകൾ ദേശസ്നേഹികൾ, ഇവർ കുറച്ച് രാമഭക്തർ, ഇവർ ഹൈന്ദവ വിശ്വാസികൾ, ബാക്കിയുള്ളവർ ഒന്നും ഇവിടെ വേണ്ടതില്ല, അതിനുവേണ്ടി പരിശ്രമിക്കാം, അതിനുവേണ്ടി എന്തും ചെയ്യാം എന്നുള്ളതാണ്. UGC ചെയർമാനാണ് മഹാരാഷ്ട്രയിൽ UGC നിർദ്ദേശം കൊടുത്തത്. നമുക്കറിയാം, ജഗദീഷ് കുമാർ കൊടുത്ത നിർദ്ദേശം. ABVPയുടെ സ്ഥാപക നേതാവിൻ്റെ 100ാം ജന്മവാർഷികം മറ്റും ആഘോഷിക്കണം പോലും മഹാരാഷ്ട്രയിലെ സർവകലാശാലകളിൽ. ഇന്ന് ഇവിടെ NITയിലെ ഒരു പ്രൊഫസർ പറയുന്നത് എന്താ? മഹാത്മാവിനെ കൊന്ന ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയാണ്. എങ്ങോട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്? ഞങ്ങൾ DYFI അതിനെതിരെ ഇന്ന് പരാതി കൊടുത്തു, ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ പ്രക്ഷോഭവുമായി DYFI മുന്നോട്ട് പോകും. ഈ ക്യാമ്പസിനകത്ത് തന്നെ ഇതേപോലെ ഇല്ലേ, ഇന്ത്യ രാമരാഷ്ട്രമല്ല എന്ന് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥിയെ പുറത്താക്കിയില്ലേ?
ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അധ്യാപിക എന്ന് പറയുന്ന ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ മറ്റു വശങ്ങൾ അറിയില്ല. നിങ്ങൾ പറയുന്നത് വിശ്വാസത്തിലെടുത്താൽ എത്ര ക്രൂരമാണ് സംഭവങ്ങൾ. എന്താണ് ഈ നാടിനകത്ത് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയ ഇവർ ഭരണം നടത്തുന്നത്? അങ്ങനെ ഭരണഘടനക്കകത്ത് ഇങ്ങനെ ഭാരത് മാതാ കീ ജയ് വിളിച്ചില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങൾ ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്നൊരു മന്ത്രിക്ക് പറയാൻ പാടുണ്ടോ? പുറത്താക്കാൻ പാടുണ്ടോ? എന്തൊരു ധിക്കാരമായിട്ട് ഇവർ പെരുമാറുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, പല മുദ്രാവാക്യങ്ങളും വിളിക്കാത്തവരെ തെരുവിൽ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാ. അങ്ങനെ ആളുകളെ, ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ വേട്ടയാടുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ കോഴിക്കോട് വന്ന് ഈ പറയുന്ന മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ഒരു ധിക്കാരപൂർവ്വം പെരുമാറുന്നത്? ഈ RSS BJP ഒക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രമുണ്ടായാൽ മതി. ഇവിടെ ഭീഷണിപ്പെടുത്തി അക്രമത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു വല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗത്തെ, ഞാൻ പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ എന്നുള്ളതല്ല, ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആർജിച്ചെടുത്ത് മറ്റുള്ളവരെ അങ്ങ് ഇല്ലാതാക്കാം എന്നുള്ള ഒരു ധ്വനിയല്ലേ ഇവിടെ കാണിക്കുന്നത്? ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ ഈ രാജ്യത്തെ വികസനത്തെക്കുറിച്ചോ രാജ്യത്തെ പ്രതിസന്ധികളെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും ഇവർക്ക് ചർച്ച ചെയ്യാനോ ഇതൊന്നും ഉയർത്തിപ്പിടിക്കാനോ ഇല്ല. ഇവർ വൈകാരികമായി ഇവിടെ എന്തോ ഒരു തലം സൃഷ്ടിച്ച് ഒരു ഭൂരിപക്ഷ പിന്തുണ ആർജിച്ചെടുക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെയെല്ലാം വലിയ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ NITക്കകത്ത് തന്നെ നമ്മൾ കണ്ടല്ലോ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന വൈശാഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതിനെതിരെ സമരത്തിനിറങ്ങി. അവസാനം ഈ അധികാരത്തിൻ്റെ ഹുങ്കും പിടിച്ച് ആ വലിയ ധിക്കാരവുമായി നടന്നിരുന്ന അധികാരികൾക്ക് തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നില്ലേ? ഇത് കേരളമാണ്. ഇത് NIT കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇന്നും പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്താ? ഇപ്പോൾ ചില പത്രങ്ങൾ പങ്ക്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ രൂപമുണ്ടാക്കുന്നു, വികലമായ ഇന്ത്യയുടെ രൂപം, അതുപോലെ RSSൻ്റെ ആചാരങ്ങൾ, RSSൻ്റെ ചില പോഷക സംഘടനകൾക്കൊക്കെ രജിസ്ട്രേഷൻ കൊടുത്ത് അവരുടെ വിവിധ പരിപാടികളൊക്കെ NITക്കകത്ത് നടത്തുക. NITക്കകത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ട് A റഹീം MP പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവിടെ ഫാക്കൽറ്റികളിലേക്ക് നിയമനം കൊടുക്കുമ്പോൾ അതിൽ സംവരണം പാലിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന ഉത്തരം കിട്ടിയത്. അവിടെ 28 OBC, 16 SC, 6 ST ഫാക്കൽറ്റികൾ നിയമിക്കാത്തതായിട്ടുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്തെ ഉന്നത സ്ഥാപനങ്ങളിൽ മൈനോറിറ്റിക്ക് കിട്ടേണ്ട സംവരണങ്ങൾ ഈ ഫാക്കൽറ്റികളിലേക്ക് കൊടുക്കേണ്ടത്, ഇതൊന്നും ഇവർ പാലിക്കുന്നില്ല. ഇവിടെയൊക്കെ പിൻവാതിലിലൂടെയും മറ്റും നിയമനം കൊടുത്ത ആരാണോ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ ഈ സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ കൊണ്ടുപോയി നിയമിക്കുക. JNUവിൽ നമ്മൾ കണ്ടതാ, ശാന്തിശ്രീ പണ്ഡിറ്റിനെ കൊണ്ടുപോയി അവരോധിച്ചത്. ആ JNUവിൽ തന്നെ എല്ലാ സംഘർഷങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ജഗദേഷ് കുമാറിനെ കൊണ്ടുപോയിട്ടാണ് UGCയുടെ ചെയർമാനാക്കുന്നത്. ശരി, നമുക്ക് ഇതിനെ എല്ലാം കൂടി പരത്തി പറയാൻ പറ്റില്ല. ഇന്ന് കോഴിക്കോടുണ്ടായ സംഭവങ്ങൾ, കോഴിക്കോട് കുറച്ച് ദിവസങ്ങളായി NITയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് ഒന്നുകൂടി ഊന്നണമെന്ന് ഞാൻ വസീഫിനോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ ദാമോദർ പ്രസാദ്, 2 കാര്യങ്ങളാണല്ലോ ഇന്നിപ്പോൾ മീനാക്ഷി ലേഖിയുടെ പ്രസംഗം. കുറച്ച് ദിവസങ്ങളായി NITയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ഇപ്പോൾ കോളേജ് അടച്ചിരിക്കുകയാണ്. അവിടുത്തെ ഒരു അധ്യാപിക ഗോഡ്സെയെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രതികരണവും നമ്മൾ കണ്ടു. ഒരു ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. പിന്നീട് വിവാദമായതിനെ തുടർന്ന്, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവർ ആ പോസ്റ്റ് പിൻവലിച്ചു. സ്മൃതി, ഇപ്പോൾ യുവ സുഹൃത്തായ ശ്രീഹരി പറഞ്ഞ വസ്തുതകളും തന്നെ വസ്തുതയായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രീഹരി പറഞ്ഞത് ഇത് സംഘ് പരിവാർ വേദിയായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊതുവേദിയായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രസംഗം ആരംഭിക്കുന്നതിനും അവസാനിപ്പിക്കുമ്പോഴും 3-4 പ്രാവശ്യം വന്ദേ മാതരം പറയുകയും അതുപോലെ ഭാരത് മാതാ കി ജയ് എന്ന് പറയുകയും അത് പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു തിരിച്ച്. അത് തീർച്ചയായിട്ടും BJPയുടെ സദസ്സിലും സംഘ് പരിവാർ സദസ്സിലും സ്വീകാര്യമായ കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട്, അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ പൊതുവേദിയിൽ
അതായത് വളരെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരുണ്ടായിരിക്കാം, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെടുന്നവരുണ്ടായിരിക്കാം. അവരുടെ പുറത്ത് ഒരു മുദ്രാവാക്യം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം, ഇന്ത്യയുടെ ഞാൻ അതിലേക്ക് വരാം, ദേശീയ പ്രസ്ഥാന സ്ഥാനത്ത് ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നു അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത്. അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും ശരി, നമ്മുടെ ആരാണെങ്കിലും ശരി, അതിലൊരു അസ്വാഭാവികതയും ശരിയില്ലായ്മയുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. കാര്യം ഒരു മുദ്രാവാക്യവും ആ നിലയിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല. അതേ മുദ്രാവാക്യം മാത്രമല്ല, പൊതു സമൂഹത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മുദ്രാവാക്യം അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഭരണഘടനാപരമായിട്ട് അവകാശമായിരുന്നു 7th അഡ്വൻറ്റിസ്റ്റുകളിൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക, പ്ലഡ്ജിൻ്റെ സമയത്ത്, അല്ല ദേശീയ ഗാനത്തിൻ്റെ സമയത്ത് അത് അറ്റൻഷൻ നിൽക്കണ്ടെന്നുള്ളത് എന്തായാലും അത് ആ ഒരു സുപ്രീം കോടതി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരമൊരു അവകാശത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യമുള്ളൊരു ജനതയാണ് ഇന്ത്യൻ ജനത. അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ കേരളവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അനേകം മുദ്രാവാക്യങ്ങളുണ്ട്. വന്ദേമാതരം മാത്രമല്ല, വന്ദേമാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രത്യേക ഒരു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതിൽ മുസ്ലിം അധിനിവേശകർ നിലയ്ക്കാണ് വ്യവഹരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തെ കാണുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതായിരുന്നില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ. നമുക്കറിയാം എന്തുകൊണ്ടാണ് ടാഗോറിൻ്റെ ജനഗണമന സ്വീകരിച്ചത്. അതുപോലെ തന്നെ മഹാനായ ഇക്ബാലിൻ്റെ സാരെ ജഹാംസെ അച്ചയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഡൽഹി യൂണിവേഴ്സിറ്റി സിലബസിന് എടുത്ത് മാറ്റം പറഞ്ഞ് ഇക്ബാൽ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇക്ബാലിൻ്റെ കൃതികൾ പഠിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം വരെ എടുത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അതാലോചിക്കണം. മഹാനായ ഇക്ബാൽ നമ്മളെങ്ങനെയാണ് ഈ സാരെ ജഹാംസ അച്ച കേട്ടിരുന്നത്? നമ്മുടെ പോപ്പുലർ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സാരെ ജഹാംസ അച്ച കേട്ടിരുന്നതാണ്, ഹിന്ദു സിത്താന മഹാര. അപ്പോൾ ഇത്തരം ഇതുണ്ട്. ഇതൊന്നും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മുദ്രാവാക്യം. ഇൻക്ലാബ് സിന്ദാബ് എന്നുള്ളത് ഭഗത് സിംഗ് വിളിച്ച മുദ്രാവാക്യമാണ്. ഇത് നിർബന്ധപൂർവ്വം നിങ്ങൾ അടിച്ചേൽപ്പിച്ച് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന BJPയുടെ വക്താവ് ഒരു പൊതുസദസ്സിൻ്റെ ഭാഗമായിരിക്കുകയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിർബന്ധപൂർവ്വം വിളിക്കാൻ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പോൾ ആ കാലത്ത് ഒരു അധികാരമുണ്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തും നടപ്പാക്കാൻ പറ്റും, ഏതും വ്യത്യസ്തകൾ ഇല്ലാതാക്കാൻ പറ്റും, മുദ്രാവാക്യമാണെന്നാണ് ശ്രീഹരി മനസ്സിലാക്കിയിരിക്കുന്നത്. ശ്രീഹരിക്ക് അങ്ങനെ മനസ്സിലാക്കാം. ശ്രീഹരിക്ക് മനസ്സിലാക്കുന്നതിൽ ശ്രീഹരിയുടെ ചരിത്രത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. കാര്യം അങ്ങനെ മുദ്രാവാക്യം, അത്തരം മുദ്രാവാക്യം ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇല്ല പറഞ്ഞു, ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അനവധി മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അനവധി തലത്തിലുള്ള ഇൻക്ലാബ് സിന്ദാബ് വിളിച്ചിട്ടുണ്ട്. ഭഗത് സിംഗ് വിളിച്ച മുദ്രാവാക്യമാണ്. അപ്പോൾ അങ്ങനെ അനവധിയായ മുദ്രാവാക്യം എന്ന് വിചാരിക്കാതെയും രാജ്യസ്നേഹമാകാമല്ലോ. ഭാരതാംബ എന്ന സങ്കല്പമില്ല. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാനൊരു ഇന്ത്യക്കാരിയായതിൽ അഭിമാനിക്കുന്നു, എനിക്ക് കരുതാമല്ലോ. അതിനെ അമ്മയായി തന്നെ കാണണം എന്നുള്ളത് ദേശാഭിമാനത്തിനും തീർച്ചയായും അടിച്ചേൽപ്പിക്കൽ മാത്രമല്ല, ദേശാഭിമാനത്തിനും രാജ്യസ്നേഹത്തിനും ഒരു മതപരമായ റൂട്ട് മാത്രമല്ല ഉള്ളത്. അതും വളരെ തെറ്റായ ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി എന്നുള്ളത് രാജ്യത്തിൻ്റെ തന്നെ ബഹുസ്വരതയെ ബാധിക്കുന്ന തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അത് വേറെ തരത്തിൽ വലിയ ഭിന്നിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഗോഡ്സെയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളവരാണ്. ഗോഡ്സെയെ വാഴ്ത്തുന്നവർക്ക് കൈയടിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് ഈ രാജ്യസ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഗാന്ധിയുടെ ഘാതകൻ ഇവിടെ ഹീറോ ആകുന്നു. അത് വലിയ ഷോക്കിംഗ് ആയ സംഭവമാണ്. കാര്യം വലിയ ദൂരത്ത് നമ്മൾ ഞെട്ടലുണ്ടാക്കുന്നത് കേരളത്തിൻ്റെ അകത്തുനിന്ന് ഇത്തരം ഒരു ഗോഡ്സെ, പ്രത്യേകിച്ച് രക്തസാക്ഷി ദിനത്തിന് അന്ന്, രക്തസാക്ഷി ദിനത്തിന് അന്ന്, ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിന് അന്ന് ഈ ഗോഡ്സെ വാഴ്ത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുകയും അത് ഒരു റിട്രാക്ട് ചെയ്യാൻ വേണ്ടി, അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, അതിൽ നിന്ന് പിൻവലിക്കുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ എന്ന് പിന്മാറുക. പക്ഷേ അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആരാണ് ഒരു അക്കാഡമിക് ആയിട്ടൊരാൾ. അത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഗോഡ്സെ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയം, ഗോഡ്സെയും ഗാന്ധിയെ വധിച്ച ഗോഡ്സെയും രാജ്യത്തിന് അവമാനവും നാണക്കേടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാത അസ്വീകാര്യമാണ്. അത് ഒരു BJPക്കാർ പോലും അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആരും സ്വീകരിക്കില്ല. അങ്ങനെ സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷം മുമ്പായിരുന്നു മധ്യപ്രദേശിൽ ഗാന്ധി പദത്തിൻ്റെ ദിവസം ഗാന്ധിയുടെ നേർക്ക് ഒരു ഗാന്ധി രൂപം ഉണ്ടാക്കി അത് നേർക്ക് നിറയൊഴിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണോ ഈ ഒരു രാഷ്ട്രീയ പ്രദാനം ചെയ്യുന്ന? ഏത് അഹിംസാത്മക രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? വാസ്തവം പറയുകയാണെങ്കിൽ ഗാന്ധിയൻ സോഷ്യലിസമാണ് BJPയുടെ ആദ്യ രാഷ്ട്രീയ അജണ്ട. ഈ 80കളിൽ ഈ ജനസംഘം പിരിഞ്ഞ് പിന്നീട് BJP ഉണ്ടാകുന്നത് ഗാന്ധിയൻ സോഷ്യലിസമാണ് ആധാരമാക്കിയ പാർട്ടിയാണെന്നുള്ള ആലോചിക്കണം. അപ്പോൾ
എനിക്കുള്ള ബി ജെ പി ന്യായീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരം ഒരു എന്താ പറയുക, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും അവമാനകരം മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഹിംസാത്മകമായ ആ രക്തരൂക്ഷമായ പാത വർജിച്ചതാണ് ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ രാഷ്ട്രവും. അത് അസ്വീകാര്യമായതാണ്. അപ്പോൾ അതിന് ന്യായീകരിക്കുന്ന വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, നടുക്കത്തോടെ കാണുന്ന കാര്യമാണ്. അത്ര നടുക്കം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പോലെ എനിക്ക് സംശയമുണ്ട്. കാര്യം അക്കാഡമിക്കിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് വന്ന പോലെയല്ല അതുള്ളത്. അവരുടെ അടുത്തും വരാൻ പാടില്ല. ഇപ്പോൾ അക്കാഡമിക്കിൻ്റെ ഭാഗത്ത് ഇത്ര ഉണ്ടാവുക എന്നുള്ള കാര്യം, ഒരു പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന, തലമുറ പഠിപ്പിക്കുന്ന ആളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് വലിയ നടുക്കത്തോടെ അറിയേണ്ട ഒരു കാര്യമാണ്. അത്ര നടുക്കം കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളം, നമ്മൾ ഇത് കേരളമാണെന്ന് പറയുമ്പോൾ അത്രയും നടുക്കം കേരളത്തിൽ എത്രമാത്രം ബാധിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ നടക്കേണ്ട കാര്യമാണ്, ലോകത്തെ തന്നെ എടുക്കേണ്ട കാര്യമാണ്. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയും ലോകത്തേക്ക് നടക്കേണ്ട കാര്യമാണ് അത്തരമൊരു ന്യായീകരണം എന്ന് പറയുന്നത്. അത് വളരെ അവർക്കെതിരെ കേസെടുക്കുന്ന മറ്റൊക്കെ നിയമപ്രശ്നങ്ങൾ, അതിലേക്ക് ഞാൻ പക്ഷേ വരാം. ശ്രീ ടി പി ജയചന്ദ്രൻ, ബി ജെ പി ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ മീനാക്ഷി ലേഖയുടെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അല്ല, ഭാരത് മാതാ കി ജയ് ഒരു രാജ്യദ്രോഹ വാക്കാണ് എന്ന വിശ്വാസം എനിക്കില്ല. അങ്ങനെ ആരും പറഞ്ഞില്ല. മാത്രമല്ല, അതൊരു വലിയ പാതകമാണെങ്കിൽ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മുദ്രാവാക്യം വിളിച്ചവരെയും ഒക്കെ നമ്മൾ ഇവിടെ ഒന്ന് വിമർശിക്കേണ്ടി വരും. അദ്ദേഹം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടതല്ലാതെ നരേന്ദ്രമോദിക്ക് ജയ് എന്ന് വിളിക്കണമെന്നാണ്, BJPക്ക് ജയ് എന്ന് വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെങ്കിൽ നമുക്ക് പറയാം അതൊരു ഒരു ഒരു ശരിയല്ലാത്തൊരു നടപടിയാണ് എന്നുള്ളത്. നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? നോക്കൂ, റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ ചർച്ച സത്യത്തിൽ ഇതിന് നാം ആക്രോശിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ആ വിധേയമായി എന്ന് നമ്മൾ ഇവിടെ പറയുന്ന, കോഴിക്കോട്ട് നിന്നും പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത വിവേകാനന്ദൻ്റെ ജന്മദിനം ബന്ധപ്പെട്ട ആ വനിതയ്ക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അവർക്ക് അവരുടെ ആത്മാഭിമാനം നൊന്തതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഒരുപാട് മാധ്യമപ്രവർത്തകന്മാർ അവരുടെ പുറകെ പോയല്ലോ. അപ്പോൾ ഇതില്ലാത്ത ഒരു വിഷയം, ഇതേ ഞാൻ റിപ്പോർട്ടറോട് ചോദിക്കുന്നു. നമ്മൾ മറ്റൊരു മുദ്രാവാക്യം കേട്ടല്ലോ, ഭാരത് ബർബാദി തക് ജംഗ് രഹേഗി എന്ന് പറഞ്ഞാൽ എന്താ? ഭാരതം തകർക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇന്ത്യയിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യമാണ്. അന്നൊരു ചർച്ച നമ്മൾ അനുവദിച്ചു പോയി. ഇവിടെ ഭാരത് തേരെ ടുക്കട ടുക്കട കരേഗി, ഇന്ത്യ ഞങ്ങൾ തച്ച് തച്ച് തകർക്കും, ഒരു ചർച്ച നമ്മൾ നടന്നു. ദക്ഷിണ ഭാരതത്തിൽ ഇതാ കർണാടകയിലെ ശിവകുമാറിൻ്റെ സഹോദരൻ വിളിച്ചിരിക്കുന്നു, സൗത്ത് ഇന്ത്യയെ സെപ്പറേറ്റ് ചെയ്യണം, ഒരു ചർച്ച നമ്മൾ നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, വിവേകാനന്ദൻ്റെ രാജ്യത്തിൻ്റെ മനസ്സിൽ, കാര്യരുമ്പിൻ്റെ യുവരക്തമുള്ള ആളുകളുടെ മനസ്സിൽ ഭാരത മാതാവായിരിക്കണം വരുന്ന ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് നമ്മൾ അഭിനന്ദിക്കേണ്ടത്, നമ്മൾ വെച്ച് പുലർത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ യശസ്സായിരിക്കണം ലോകത്തിന് വലുത്. കശ്മീരിലടക്കം അതിനെതിരായി വിളിച്ചവർ ദേശദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വരുമ്പോൾ ഇവർ പറഞ്ഞതിന് ഇത്രയും ഒരു ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നിർബന്ധിത സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊരു ചർച്ചയാകുന്നത്. താങ്കൾക്കും അറിയാമല്ലോ, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കൂ എന്ന് അവർക്ക് ആഹ്വാനം ചെയ്യാം. മന്ത്രി മീനാക്ഷി ലേഖിക്ക് ആഹ്വാനം ചെയ്യാൻ തെറ്റില്ല. അവർക്ക് അങ്ങനെ വിളിക്കുകയും ചെയ്യാം. അത് താല്പര്യമുള്ളവർ ഏറ്റു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊച്ച പോരാ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ആവർത്തിച്ച് കുറച്ചുകൂടി ആവേശത്തോടെ വിളിക്കൂ എന്ന് അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. കേൾക്കാത്ത ഒരു അധ്യാപിക അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അത് അധ്യാപികയാണ് എന്ന് നേരത്തെ ശ്രീഹരി ചോദിക്കുന്നുണ്ടായി. ഇതൊക്കെ മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടല്ലോ. അവർ പിന്നീട് പ്രതികരിക്കാതിരുന്നതും ഇനിയൊരു വിവാദത്തിനില്ല, അവർ കേന്ദ്രമന്ത്രിയാണ്, എനിക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ അതിൽ ഭയത്തിൻ്റെ അംശമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കും. നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുന്നത് മീനാക്ഷി ലേഖിയുടെ ആവർത്തിച്ചുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടിയുള്ള പ്രതികരണമാണ്. അത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഏത് മുദ്രാവാക്യമായാലും താങ്കൾ ഈ പറയുന്നത് ഏത് രൂപത്തിൽ പറഞ്ഞാലും അതൊരു ദേശവിരുദ്ധ മുദ്രാവാക്യമല്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് ദേശവിരുദ്ധ മുദ്രാവാക്യമല്ല, ഒരു സംശയവുമില്ല. പക്ഷേ അത് ആവർത്തിച്ച് പറഞ്ഞാലേ ഇന്ത്യ എന്ന രാജ്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നിടത്താണ് അവിടെ ഒരു നിർബന്ധിത സാഹചര്യം വരുന്നത്. അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്തവർക്ക് പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട് ഈ രാജ്യത്ത്. അങ്ങനെയാണ് ഈ ജനാധിപത്യ സംവിധാനം. ജനാധിപത്യ സംവിധാനത്തിന്റെ ഘടന ആ രൂപത്തിലാണ്. അപ്പോൾ അത് ആ നിർബന്ധിത സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുന്നത്? ആ പറഞ്ഞ ഭാഷ, ആ പറഞ്ഞ ധാർഷ്ട്യത്തോടു കൂടി അങ്ങനെയല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് എങ്ങനെയാണ് ആ മന്ത്രിക്ക് പറയാനാവുക? അതൊന്ന് വിശദീകരിക്കാമോ? അല്ല, ഇത് നമ്മളുടെ വ്യാഖ്യാനങ്ങളാണ്. അല്ല, ഞാൻ കേട്ട കാര്യമാണല്ലോ പറയുന്നത്. കേൾക്കണോ? ടി പി ജയചന്ദ്രൻ ഒന്നുകൂടെ കേൾക്കണോ? മീനാക്ഷി ലേഖി അവസാനം പറഞ്ഞ വരികൾ ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ കേൾപ്പിക്കാം. അല്ല, താങ്കൾക്ക് ഹിന്ദിയും മനസ്സിലാകുമല്ലോ നന്നായി. നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ സംപ്രേഷണം ചെയ്യാത്തതും ഞാൻ കേട്ടതും എനിക്ക് പറയാമല്ലോ.
അവിടെ ഉണ്ടായിരുന്ന അവരുടെ പല മുഴുവൻ മാധ്യമ പ്രസംഗം പ്രവർത്തകന്മാരും കേൾക്കണമെന്നില്ല ആ സി ടി പി ജയേന്ദ്രൻ. വിധേയമായി എന്ന് നമ്മൾ അവരുടെ പറയുന്ന വലിയ കണ്ടു. വിശാല കാഴ്ചപ്പാടോടുകൂടിയുള്ള തുടക്കത്തിലെ അത് പ്രസംഗം ശരിയാണ്. ഉണ്ടായിരിക്കാം അത് ഉണ്ടായിരിക്കാം ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ പറയുന്ന അവസാന ഭാഗത്ത് നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ നിന്ന് പോകാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ കേട്ടതല്ലേ. അങ്ങനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതൊന്ന് വിശദീകരിക്കുക. അത് മാത്രം സ്മൃതി, അത് മാത്രം മതി. നാം പറഞ്ഞല്ലോ, ശ്രീ ടി. നമുക്ക് ജയചന്ദ്രൻ. അത് ഓരോരുത്തർക്കും മാത്രം നമ്മുടേതായ മതി. രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാകും. അത് മാത്രം മതി ശ്രീ അല്ല, പി. ജയചന്ദ്രൻ. സ്മൃതി, ഒന്ന് എന്നെ പറയാൻ അനുവദിക്കുമോ? ഇപ്പൊ നിങ്ങൾ സാമൂഹ്യ നിരീക്ഷകൻ എന്ന കുപ്പായം ഇട്ട് എഴുതിയിരിക്കുന്ന ആൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണുന്നത് മാത്രമാണ് സത്യം എന്ന് പറയാൻ പറ്റുമോ? ഇതിനൊരു മറുവശം കൂടിയില്ലേ? അതിന് വിധേയമാക്കപ്പെട്ടു എന്ന് നമ്മൾ ഇവിടെ അടിവടയിട്ട് പറയുന്ന വനിതയെ മാധ്യമപ്രവർത്തകന്മാർ സമീപിച്ചല്ലോ. അവരെന്താ പറഞ്ഞത്? അവരെന്തെങ്കിലും അപ്രിയമോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ രേഖപ്പെടുത്തി? ഒരുപക്ഷെ നാളെ മാധ്യമപ്രവർത്തകന്മാർ, കേരളമാണ് നമുക്കറിയാം, ഗവർണർക്കെതിരെ പോലും പറയാൻ ധൈര്യം കാണിക്കുന്ന, ചൂണ്ടാൻ ധൈര്യം കാണിക്കുന്ന, സംരക്ഷണം കൊടുക്കാൻ ആളുകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. നാളെ ഒരുപക്ഷെ അവർ മാറ്റി പറഞ്ഞേക്കാം. അവരല്പമെങ്കിലും അപ്രിയം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വിവേകാനന്ദനെ പോലെയുള്ള ഒരാളുടെ, ഗാന്ധിജിയും പട്ടേലും തിലകനും ഒക്കെ വിളിച്ച മുദ്രാവാക്യം രാജ്യം കാലാകാലം നടന്ന രാജ്യത്തിലെ ടുക്കടെ ഗ്യാങ്ങുകൾ ശക്തി പ്രാപിക്കുന്ന സമൂഹത്തിൽ ഇത് പറയാനും അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കും അനുവദിച്ചു കൊടുത്തുകൂടെ? നമ്മൾ ഇവിടെ ടുക്കുടെ അല്ലല്ലോ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? ഇല്ല, ഇവിടെ രാജ്യസ്നേഹം ആരോടാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആരോട് പ്രൂവ് ചെയ്താൽ ഇവിടെ നിൽക്കാം, ആരോട് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരും? അല്ല, അതൊരു സ്മൃതി, പ്രധാനപ്പെട്ട അതൊക്കെ നിങ്ങളുടെ വിഷയമാണ് വ്യാഖ്യാനം. ശ്രീ ടി. സ്മൃതി പി. ഇറാനി, ജയചന്ദ്രൻ. അല്ല, മീനാക്ഷി ലേഖിയുടെ പ്രസംഗത്തിലെ ആ ഭാഗം ഒന്ന് താങ്കൾ കേൾപ്പിക്കൂ. കേൾപ്പിക്കാം, ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇത് വിളിക്കാത്തവർ രാജ്യദ്രോഹികളാണ് എന്ന് അവർ പറഞ്ഞു. രാജ്യദ്രോഹികളെന്ന് വേണ്ട. ഇല്ല, ഈ ഇല്ല ഇങ്ങനെ പറഞ്ഞു. താങ്കൾ ഈ പറഞ്ഞ മാതിരി രാജ്യദ്രോഹി പറഞ്ഞുവോ? എന്ന വാക്കല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഭാരതം അമ്മയല്ലാത്തവർ, ഭാരതം അമ്മയല്ലാത്തവർ, നിങ്ങൾക്ക് അതിൽ അഭിമാനമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാം എന്നാണ് അപ്പൊ പറഞ്ഞത്. ഭാരതം ഒന്നുകൂടെ മാതൃഭൂമി കേൾപ്പിക്കാം. എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ് സ്മൃതി. അല്ലല്ല, ഭാരതം മാതൃഭൂമിയാണ് എന്ന നമ്മുടെ അഭിപ്രായം തെറ്റാണ്. മാതൃഭൂമി, ഒരു മിനിറ്റ് ശ്രീ ടി. ഭാരതം ഇല്ല, മാതൃഭൂമിയാണ് അഭിപ്രായം തെറ്റാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കില്ല. പക്ഷെ ഇന്ത്യയെ ഞാൻ അമ്മയാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നൊരു പൗരനെ വിശ്വസിക്കാം. പൗരന് അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെയും നിലപാടെടുക്കാം. ശ്രീ ടി. പി. ജയചന്ദ്രൻ, അപ്പൊ മാതൃഭൂമി എന്ന പ്രയോഗം തെറ്റാണ്. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ, എന്റെ മാതൃരാജ്യമാണ് ശ്രീ, മാതൃരാജ്യം എന്ന രൂപത്തിലല്ല, ഇന്ത്യ എന്റെ രാജ്യമാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് മാതൃരാജ്യം, അമ്മ എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കാത്തവരുമുണ്ട് ഇവിടെ. ശ്രീ ടി. പി. ചന്ദ്രൻ, ഒന്ന് കേൾക്കൂ. ശ്രീ ടി. പി. ചന്ദ്രൻ, താങ്കൾ ഈ തന്ത്രം എടുക്കരുത്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടല്ലോ അല്ലേ? ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. യഹോവ സാക്ഷികളായ വിശ്വാസികൾ, അവരുടെ യഹോവ സാക്ഷികളായ വിശ്വാസികൾ മറ്റൊന്നും അംഗീകരിക്കില്ല, മറ്റൊന്നിനും താങ്കൾക്കറിയാമല്ലോ അവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന്. അവർ ഇവിടുത്തെ ദേശീയ ഗാനത്തെയും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് അവർക്ക് നിൽക്കാതിരിക്കാൻ, അവരുടെ 3 കുട്ടികളുടെ കാര്യത്തിലാണ് കേസുണ്ടായത്. സ്കൂളിൽ അവർ എണീറ്റ് നിന്നില്ല, അതിൽ അവരെ പുറത്താക്കുന്നു, പിന്നീട് കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവരുടെ വിശ്വാസം ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന് പോലും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനാകുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുക. അവർക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, അവർ എണീറ്റ് നിൽക്കണ്ട. ആ ദേശീയ ഗാനത്തെ അപമാനിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല, അവരത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാവുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യത്തിലുള്ളത്. നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ് ശ്രീ ടി. പി. ജയചന്ദ്രൻ. അവിടെ നിങ്ങൾ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ സ്മൃതി ഇറാനി, മീനാക്ഷി ലേഖിക്ക് തിരിച്ച് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ലേ? വിശ്വസിക്കാം, ഒരു സംശയമില്ല. അവർക്ക് വിശ്വസിക്കാം, ഒരു തെറ്റുമില്ല. വിശ്വസിക്കുന്നവരുടെ ആഹ്വാനം ചെയ്യാം, അതിലും തെറ്റില്ല. വിശ്വസിക്കാത്തവർക്ക് അവിടെ മാറി നിൽക്കാനും അവകാശമുണ്ട്. അവിടെയാണ് പ്രശ്നം. അവരോട് പുറത്തു പോകാൻ പറയാൻ എങ്ങനെ അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അവർ തന്നെ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിടത്തോളവും എനിക്ക് കിട്ടിയ റിപ്പോർട്ടും അവർ പറഞ്ഞു, ഞാനത് കുട്ടികളുടെ ആഹ്വാനമായിട്ടാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ചുണ്ടനക്കാതിരുന്നത്. എനിക്കതിലൊരു അപ്രിയമോ അയോഗ്യതയോ തോന്നുന്നില്ല, അസ്വാഭാവികത തോന്നുന്നില്ല. ഇവിടെ അസ്വാഭാവികത ആർക്കൊക്കെയാണ്? ഭാരതം ഒരു സംസ്കാര ദേശീയതയാണെന്ന് പോലും അംഗീകരിക്കാത്ത തന്ത്രമാണ്. അതിനൊപ്പം നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങൾ എന്താണോ അടിച്ചേൽപ്പിക്കുന്നത് അത് വിശ്വസിച്ചുകൊള്ളണം. നിങ്ങൾ ഈ ഭാരതാംബയെ കുറിച്ച് ഭാരതാംബയെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ്, NIT-യിൽ ഉണ്ടായ സംഭവവികാസങ്ങളെ NIT-യിലെ ഒരു അധ്യാപിക ഗോഡ്സെയെ പുകഴ്ത്തി പറഞ്ഞ, ഗാന്ധിയെ വധിച്ച ഗോഡ്സെയെ പുകഴ്ത്തി പറഞ്ഞ അധ്യാപികയെ തള്ളിക്കളയുന്നുണ്ടോ? ആ നടപടി ശരിയല്ല എന്ന് പറയുന്നുണ്ടോ?
അങ്ങനെ ഒരു പ്രതികരണം BJP-യിൽ നിന്ന് കണ്ടു. അല്ല അവർ BJP ആണോ? അല്ല BJP ആയാലേ പ്രതികരിക്കുള്ളൂ. നിലപാട് അല്ല, അതിനെ അപലപിക്കുന്നുണ്ടോ ശ്രീ TP ജയചന്ദ്രൻ? അപലപിക്കുന്നുണ്ടോ? ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കൾ അപലപിക്കുന്നുണ്ടോ? ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യം തന്നെ എന്തിന്റെ പ്രസക്തിയാണുള്ളത്? ചോദ്യത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. ചോദ്യത്തിന് പ്രസക്തി BJP പറഞ്ഞോ? സ്മൃതി, BJP എവിടെയെങ്കിലും നിങ്ങൾ എന്തിനാ BJP പറയൂ എന്നാണ് ഞാൻ പറയുന്നത് ശ്രീ TP ജയചന്ദ്രൻ. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ, ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അതിനെ അപലപിക്കുന്നുണ്ടോ? എന്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭാരതീയ ജനതാ പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ല. അവർക്കൊരു അധ്യാപികയായി അവിടെ തുടരാൻ ഒരു അധ്യാപികയായി അവിടെ തുടരാൻ അർഹതയുണ്ടോ ശ്രീ TP ജയചന്ദ്രൻ? അവർക്കൊരു അധ്യാപികയായി അവിടെ തുടരാൻ അർഹതയുണ്ട്. അത് തീരുമാനിക്കേണ്ടത് അത് അവിടുത്തെ ഇന്ത്യ രാജ്യത്ത് ഒരു സ്മൃതി അത് ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ വിശാലമായ ആലോചനകളിലേക്ക് നിങ്ങൾ അല്ല സ്മൃതി, താങ്കൾ എന്തിനാണ് താങ്കൾ ചോദ്യം ചോദിക്കുകയും എന്നോട് ഉത്തരം പറയാൻ ആവശ്യപ്പെടുകയും എന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ്? ചോദിച്ചോളൂ, ഞാൻ കേട്ട് പറയാം. ചോദിച്ചോളൂ, എന്താണ് നിങ്ങൾക്ക് വ്യക്തമാക്കേണ്ടത്? പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭാരതീയ ജനതാ പാർട്ടി എവിടെയെങ്കിലും ഗോഡ്സെയെ അംഗീകരിച്ചിട്ടുണ്ടോ? ഈ വാദഗതിയെ BJP ന്യായീകരിച്ചിട്ടുണ്ടോ? അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം ഉണ്ടാകാം. അത് രാജ്യവിരുദ്ധമാണ്, അതിൽ നടപടിയെടുക്കേണ്ടത് ഭാരതത്തിലെ സംഹിതകളല്ലേ? നോക്കൂ, നമ്മൾ NIT ചർച്ച ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ടോ? അതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവിരുദ്ധമല്ലേ? ഏതാ അത് രാജ്യവിരുദ്ധമായ പ്രതികരണമല്ലേ? രാജ്യവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോടതി അതിന് കൃത്യമായി ശിക്ഷ വിധിച്ചതാണ്. ഇനി അതിനകത്ത് ഞാൻ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ വ്യാഖ്യാനിച്ചതും അതിന് കുറ്റവാളികളെ ശിക്ഷ വിധിച്ചതുമാണ്. ഇനി എന്തിനാ സ്മൃതി ഞാനും നിങ്ങളും അതിനെ വിരുദ്ധമായി രാജ്യവിരുദ്ധമായ പ്രതികരണമാണോ? ഗാന്ധിഘാതകനെ പ്രകീർത്തിക്കുന്നത് രാജ്യവിരുദ്ധമായ പ്രതികരണമാണോ അല്ലയോ ശ്രീ TP ജയചന്ദ്രൻ? എന്തായാലും രാജ്യസ്നേഹപരമായ ഒരു പ്രവണതയല്ല. രാജ്യവിരുദ്ധമാണോ എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ ലൈറ്റ് ആക്കുന്നത്? രാജ്യവിരുദ്ധമാണോ? അല്ല, ലൈറ്റ് ആക്കുന്നത് ഹാർഡാക്കുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് എന്തിനാ ഹാർഡാക്കേണ്ട ആവശ്യം? കേരളത്തിലല്ലേ സംഭവം? അതാണ് അറിയേണ്ടത്. പിണറായിയുടെ പോലീസ് അല്ലേ ഇവിടെയുള്ളത്? സൈബർ പോലീസ്. സ്മൃതി ഒരു മിനിറ്റ്, കേരളത്തിലെ സൈബർ പോലീസ് എന്നൊരു വിങ് ഉള്ളത് നിങ്ങൾക്ക് അറിയുമോ? കേസെടുത്തിട്ടുണ്ട്. കേരളത്തിലെ നിയമം നടപ്പിലാക്കേണ്ടത് കേരള പോലീസ് അല്ലേ? കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുക്കട്ടെ, അവരോട് മുന്നോട്ട് പോകട്ടെ. BJP സപ്പോർട്ട് ചെയ്തോ? BJP അതിനെ ന്യായീകരിക്കുകയോ BJP സഹായിക്കാനും പോയോ? NIT-ൽ എന്താണ് സംഭവിച്ചത്? എന്താണ് BJP മനസ്സിലാക്കുന്നത് പറയാമോ? ഇത് BJP NIT-ൽ നടന്ന കാര്യങ്ങളെ BJP എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ TP ജയചന്ദ്രൻ എന്ന് പറഞ്ഞുതരാമോ? ഏത് കാര്യമാണ് NIT-ലുണ്ടായ സംഘർഷങ്ങൾ, ഏത് കാര്യത്തിൽ സംഘർഷമുണ്ടായി? അതിനുശേഷം ഒരു വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടായ അക്രമം, വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടി, അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഒന്ന് പറയാമോ? അല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് എനിക്ക് പറയാമായിരുന്നു. അല്ല, താങ്കൾ പറയൂ, നിങ്ങളുടെ മനസ്സിലാക്കൽ പറയൂ. അല്ല, ഞാനത് ചോദിക്കുന്നത് ഏത് വിഷയമാണ്? അവിടെ ഒരു സംഭവം വൈശാഖും കൈലാസുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമാണോ താങ്കൾ ചോദിക്കുന്നത്? അതെ. ക്യാമ്പസിനടുത്ത് നടന്ന ആ സംഭവമാണോ? അതെ. ആണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, വൈശാഖിനെയും കൈലാഷിനെയും തിരിച്ചും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് കേസ്. കഴിഞ്ഞ 24-ാം തീയതിയാണ് സംഭവം നടന്നത്. എന്തേ അടി കിട്ടിയെന്ന് പറയുന്ന വൈശാഖൻ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തില്ല? കൈലാഷാണല്ലോ പരാതി കൊടുത്തത്. 24-ന് പരാതി കൊടുത്തല്ലോ. എന്തേ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തില്ല? അവസാനം ന്യായമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണോ അത് സംഭവിച്ചത്? അവസാനം അവിടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വലിയ സംഘർഷം പുറത്തുണ്ടാക്കിയോ? അവിടുത്തെ NIT ഡയറക്ടർക്കെതിരായി ശാരീരികമായ ചില ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടോ? എന്റെ സിമ്പിൾ ചോദ്യമാണ്. കേരള പോലീസ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇന്നലെ എന്താ അല്ല ഒറ്റ ചോദ്യം, ഇതും കൂടെ ചോദിക്കൂ. 24-ാം തീയതി കൊടുത്ത പരാതി ഇന്നലെയാണ് FIR ഇട്ടത്. എന്താ കാലതാമസം ഉണ്ടായത്? പറയട്ടെ, ബാക്കി ഞാൻ എന്നിട്ട് പറയാം.
ശരി, വസീഫ് പറഞ്ഞോളൂ. NIT-യിൽ ഇപ്പോഴുണ്ടായിരുന്ന സംഘർഷം എന്നതാണോ CPM-ന്റെ മനസ്സിലാക്കൽ? അതിനു മുൻപ് തന്നെ അവിടുത്തെ രീതികൾ മാറുന്നു, അവിടെ ഏതു രൂപത്തിലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് അവിടുത്തെ SFIക്കും DYFIക്കും CPM-നും ഒന്നും അറിവുണ്ടായിരുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഈ വൈശാഖ് പ്രേംകുമാർ നൽകിയ പരാതിയിൽ ഇന്നലെയാണ് കേസെടുത്തത്. നേരത്തെ 24-ാം തീയതി നടന്ന സംഭവമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 24-ാം തീയതി നടന്ന സംഭവമാണോ വൈശാഖിന്റെ പരാതി ഇല്ല സ്മൃതി, വൈശാഖിന്റെ പരാതി ഇല്ല, കൈലാസിന്റേതാണ് പരാതി. ശരി, കൈലാസിന്റെ പരിപാടി, കൈലാഷിന്റേതാണ് പരാതി. ശരി, പറയൂ പരാതി വസീഫ്, പറയൂ. പ്രതി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വൈശാഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം. അവിടെയുള്ള കുട്ടികൾ, ഞങ്ങൾ പുറത്തുനിന്ന് ആളുകളെ കുറിച്ചൊക്കെ ഇവർ പലതും പറയും. പക്ഷെ അകത്തെന്തിനാ സമരം നടന്നത് മാഷേ? ഞങ്ങളാണോ? അവിടെ SFI ഉണ്ടോ? മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുണ്ടോ? അവിടെ ആ വിദ്യാർത്ഥികൾ അവരുടേതായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച്, അവർക്ക് തീർത്തും ന്യായമാണ് എന്ന് തോന്നിയ വിഷയം ഉയർത്തിപ്പിടിച്ച് അവിടെ രജിസ്ട്രാറേയും അധികാരികളെയും ഘരാവോ ചെയ്യുകയും സമരത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത് കുട്ടികളാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ വിഷയത്തിനകത്ത് ന്യായമുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അത് മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞ വാർത്തകൾക്കനുസരിച്ചാണ്. ഞങ്ങളല്ലാതെ വൈശാഖിനെയോ ഈ പറയുന്ന കൈലാസിനെയോ ഒന്നും ഞങ്ങളുടെ ആളായിട്ടോ അല്ലെങ്കിൽ DYFIയുടെയോ SFIയുടെയോ പ്രതിനിധികളായിട്ടോ ഒന്നും കാണുന്ന ആളുകളല്ല. അവരൊന്നും അതിൻ്റെ ഭാഗവുമല്ല. അവിടെ സ്വാഭാവികമായിട്ടും രാജ്യത്തുടനീളം ABVPയും അതുമായി ബന്ധപ്പെട്ട RSS സംഘടനകളും ഒക്കെ ക്യാമ്പസുകളിൽ അവരുടെ സ്വാധീനത്തിനനുസരിച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ച തന്നെയല്ലേ ഈ പറയുന്ന ടീച്ചർ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്? മാഷ് എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? മാഷ് മറ്റെന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരുകാരൻ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെയോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മാഷ് ഇങ്ങനെയാ പ്രതികരിക്കുക? മാഷ് എങ്ങനെയാ പറയുക? പൂജ ശകുൻ പാണ്ഡെ ആരാന്നറിയോ മാഷിക്ക്? നേരത്തെ ഇവിടെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചു പോയി. ഗാന്ധിവാദം പുനരാവിഷ്കരിച്ചതാ, തോക്കെടുത്ത് വെടിവെച്ചതാ, ഗാന്ധിയുടെ രൂപമുണ്ടാക്കി വെച്ച് അതിലേക്ക് ഉതിർത്തു. ആരാ ഇവര്? ഹിന്ദു മഹാസഭയുടെ നേതാവാ. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറുണ്ടോ? JNUവിലെ വൈസ് ചാൻസലർ ശാന്തിശ്രീ പണ്ഡിറ്റ്, അവർക്ക് ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ രാജ്യത്തുടനീളം നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുന്നില്ലേ? ബോധപൂർവം സൃഷ്ടിക്കുകയല്ലേ? NIT-യിലെ ഈ പ്രൊഫസർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുവോ? മാഷ് സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണല്ലോ. മഹാത്മാഗാന്ധിയെ തള്ളിപ്പറഞ്ഞും നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന കൊലയാളിയെ ന്യായീകരിച്ചതിന് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? വൈശാഖ് പരാതി കൊടുത്തോ ഇല്ലേ എന്നുള്ളത് വൈശാഖിനെ കിട്ടിയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കണം. അതിനെ മറ്റു കാര്യങ്ങൾ, വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിയാണ്. നമ്മളവിടെ കണ്ടു. NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ മറ്റ് സംഘടനകളുടെയോ യൂണിയന്റെയോ പിന്തുണയോ ഒന്നും ഇല്ലാത്ത കുട്ടികളാണ്. അവർ സ്വാഭാവികമായി നടത്തിയ പ്രതിഷേധങ്ങളെ ജനാധിപത്യ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിനെ അതിനെയൊക്കെ വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ വിദ്യാർത്ഥി ഒരു പക്ഷേ ഭയന്ന് കാണും പരാതി കൊടുക്കാൻ. ആരപ്പുറത്തുള്ളത്? ഒരു സംവിധാനമാകെ, ഒരു സർവകലാശാലക്കകത്തെ സംവിധാനമാകെ നിൽക്കുക. ആ ഗേറ്റിനകത്ത് എന്തും ചെയ്യുമെന്നുള്ള നിലപാടല്ലേ അവിടുത്തെ ഡയറക്ടർക്കും അവിടുത്തെ ഈ പറയുന്ന രജിസ്ട്രാർക്കും ഒക്കെ ഉള്ളത്? അവർക്ക് തോന്നിയ രീതിയിൽ അതിനകത്ത് ഇടപെടും. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ധിക്കാരവുമായിട്ടല്ലേ അവർ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. REC NIT ആയി, പിന്നെ ഇതിപ്പോൾ BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവ് മുതൽ രാജ്യത്തെ IIT-കളിൽ NIT-കളിലൊക്കെ നടക്കുന്നത് എന്താ? ശാസ്ത്രം പഠിപ്പിക്കേണ്ട വേദികളിൽ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം കൃത്യമായി നടത്തേണ്ടതുണ്ട്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാജ്യത്തെ IIT-കളിലും NIT-കളിലും ഒക്കെ ഫാക്കൽറ്റികളായി നിയമിക്കുന്നതിലും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, വലിയ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകളുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ RSSന് അനുകൂലമായ ചിന്ത വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത്. ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കകത്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അവിടെ വർഗീയതയല്ല വളർത്തേണ്ടത്. അവിടെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ ക്രമം ഉണ്ടാകണം.
അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. ഗാന്ധിയെ ആക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാധ്യമ വാർത്തകൾക്കനുസരിച്ച് പരാതി കൊടുക്കാൻ പറ്റുന്നതാണ്. വൈശാഖിനെ ഇതുപോലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, കാണാൻ പോകുന്നുമുണ്ട്. ബാക്കി തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകും. എന്താണ് വൈശാഖുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ കൂടുതൽ അന്വേഷിച്ച് അതിലേക്ക് പോവുക തന്നെ ചെയ്യും. വൈശാഖിന്റെ പരാതിയോ പോലീസിന്റെ പിന്തുണയോ അതുപോലെ തന്നെ ജനകീയ പിന്തുണയോ എന്താണോ ആവശ്യം. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നടന്ന ഒരു പ്രതിഷേധമാണ് ഇന്ത്യ രാമരാജ്യമല്ല എന്ന പോസ്റ്റർ ഉയർത്തി. പറയാം. അല്ല, ഞാൻ വസീഫിനോടൊന്ന് ചോദിച്ചതിന് ശേഷം താങ്കളിലേക്ക് വരാം. ഇന്ത്യ രാമരാജ്യമല്ല എന്ന പോസ്റ്റർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സംഘർഷമുണ്ടായത്. ആ പോസ്റ്റർ ഉയർത്തിയത് വൈശാഖാണ്. വസീഫ്, അതെ, അതൊരു സംഘടനയുടെ ഭാഗമായിട്ട് ഉയർത്തിയതല്ല. അദ്ദേഹത്തിന് തോന്നിയ ഒരു സ്വാഭാവികമായിട്ടുള്ള, അല്ലാതെ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയതാ. ഏതെങ്കിലും ക്യാമ്പസിനകത്ത് ഏതെങ്കിലും ഒരു സംഘടന ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയതൊന്നുമല്ല. അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് ക്യാമ്പസുകൾക്കകത്ത് ഭയമുണ്ടോ വസീഫ്? ഒരു വർണ്ണമല്ല, വർണ്ണ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യ രാമരാജ്യമല്ല, ഇന്ത്യ മതേതര രാജ്യം. ഇതാണ് മുദ്രാവാക്യം. അതിലെന്താണ് പിഴവ്? തീർച്ചയായിട്ടും ഞങ്ങൾ SFIയും DYFIയും തെരുവിലും ക്യാമ്പസിലും ഒക്കെ ഉയർത്തുന്നുണ്ട് ഈ മുദ്രാവാക്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ NITക്കകത്താണ് ഞാൻ പറഞ്ഞത്. NITക്കകത്ത് അങ്ങനെ ഒരു സംഘടനയുടെ പിന്തുണയോടെയോ, അത് ഇപ്പോൾ ഇവിടെ പരാതിയുടെ കാര്യവും മറ്റും പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ പോലീസ് ഈ വൈശാഖിനെ ഇപ്പോൾ ഞങ്ങളുടെ താല്പര്യത്തിൽ എന്ന് കൊണ്ടുപോയി കെട്ടണ്ട എന്നുള്ള നിലക്കാണ് പറയുന്നത്. വെറുതെ ആ വിദ്യാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഫോണിലോ മറ്റോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ DYFIയുടെ ഭാഗമായിട്ടോ മറ്റാരോ എന്നല്ല, ഒരു ക്യാമ്പസിനകത്ത് ജനാധിപത്യ രീതിയിൽ ഈ രാജ്യത്ത് പ്രതികരണം നടത്തിയ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി വേട്ടയാടുന്നു. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരികൾ. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രകടനവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചത്. ഞങ്ങൾ പുറത്താ പ്രതിഷേധവും പ്രകടനവും സംഘടിപ്പിച്ചത് SFIയും DYFIയും. എന്നാൽ ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം എന്താണ് പറയാനുള്ളതെന്ന് ശ്രീ TP ജയചന്ദ്രൻ പറയണം. അതോടൊപ്പം വൈശാഖിനെ മാത്രം, അവിടെ ഒരു സംഘർഷമാണ് ആളിലും ഉണ്ടായത്. ഇരുവിഭാഗം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. അതിൽ വൈശാഖിനെ മാത്രം സസ്പെൻഡ് ചെയ്ത നടപടിയെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട്. ശ്രീമതി സ്മൃതി പരുത്തിക്കാട് നേരത്തെ കുറെ കാര്യങ്ങളെതിരെ നിങ്ങൾ പറഞ്ഞു വെച്ച് പോവുകയുണ്ടായി. മറുപടി പറയാനുള്ള അവസരം നിങ്ങൾ അല്ല ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രീഹരി നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ. ശ്രീഹരി നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ. ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. ഒന്ന്, സ്മൃതി, എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഒന്ന്, RSSും BJPയുമായി ഈ സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ല. ABVPയുടെ പരിപാടി നടന്ന പരിപാടിയല്ല ഇത്. ഇതിൻ്റെ തുടക്കം എവിടെയാണ്? കോമ്പസിൽ താങ്കൾ പറഞ്ഞ മാതിരി ഇതൊരു പ്ലക്കാർഡാണ് അദ്ദേഹം രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പ്ലക്കാർഡിൻ്റെ മുമ്പ് കോമ്പൗണ്ടിൽ ഉയർത്തിയ ഒരു ബാനർ ഈ പറയുന്ന നമ്മുടെ വൈശാഖിൻ്റെ നേതൃത്വത്തിൽ വലിച്ചു കീറി താഴെ ഇട്ടത് ശരിയാണോ വസീഫെ? ഈ വൈശാഖ് പണ്ടും അവിടെ പല സംഘർഷങ്ങളിലും നടപടിക്ക് വിധേയനായിട്ടുണ്ടോ? ആ പ്രദേശത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ഞാൻ ന്യായീകരിക്കാനോ തള്ളി പറയാനോ ഇല്ല, അതിൻ്റെ പേരിൽ ഇദ്ദേഹം പോയിട്ട് NIT ഡയറക്ടറെയും മറ്റുള്ളവരെയും തള്ളി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിൻ്റെ മാർഗ്ഗ തടസ്സപ്പെടുത്തിയതിനെയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആർക്കാണ് വസീഫെ ഉള്ളത്? ഗവർണർക്ക് നേരെ ഉണ്ടെന്ന് പറഞ്ഞ് പോയവർക്ക് സംരക്ഷണമില്ലെങ്കിൽ ഇപ്പം കേൾക്കാനില്ലല്ലോ നമുക്ക്. അപ്പം ആരുടെയൊക്കെ സംരക്ഷണ തലവിൽ നമ്മൾ പലതും ചെയ്യും. പിന്നെ നിങ്ങൾ ഞാൻ കൈകൂപ്പി എന്തായിരുന്നു ബാനർ? അല്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന, ഞാൻ മനസ്സിലാക്കിയത്, റിപ്പോർട്ടറിൻ്റെ സാനിയോ മനോമി വളരെ കൃത്യമായിട്ട് ഒരു 5-8 മണിക്കൂർ മുമ്പ് അത് നിങ്ങളുടെ ചാനലിൽ കൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ എൻ്റെ വായി കൂടി ഇത് പറയിപ്പിക്കുന്നത്? കേസ് എടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടർ ചാനലിലെ നിങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നിങ്ങളുടെ ലേഖിയോട് ചോദിച്ചിട്ട് പറയാൻ പറ്റാത്ത അത്ര മോശം കാര്യങ്ങളാണോ? അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനാണെങ്കിൽ ഗവർണറുടെ തന്തയുടെ വകയല്ല കേരളം എന്ന ബോർഡ് വെക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ, കേരളത്തിലെ ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നും വെക്കാൻ അവകാശമുള്ളിടത്തിന് നമുക്ക് കുറ്റം കാണാത്തവർക്ക്
അത് വലിച്ചു കീറുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ആരുടെ ബാനറും വലിച്ചു കീറുന്നത് തെറ്റല്ലേ? അവിടെ പോയിട്ട് NIT-യുടെ ഡയറക്ടറെയും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്ലക്കാർഡും പിടിച്ച് അവരെ തടസ്സപ്പെടുത്തുകയും സംഘർഷം ഉണ്ടാക്കുകയും നടപടി എടുത്തിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ കളവാണെങ്കിൽ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചത് ഈ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലല്ലോ. ഇനി ഗാന്ധി വധത്തിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ വസീഫിനോട്. ഏത് സംഘടനയിൽ ഇരിക്കുമ്പോഴാണ് വസീഫെ ഗാന്ധി കൊല്ലപ്പെടുന്നത്? ഹിന്ദു മഹാസഭ. അതിൻ്റെ അന്നത്തെ നേതാവ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമോ നിങ്ങൾ ആരാണ് എന്ന്? നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ആരായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്. ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നു? അദ്ദേഹത്തിന് എന്തൊക്കെ പ്രമോഷൻ കിട്ടി? ദുരൂഹതകളില്ലേ? അതിന് എപ്പോഴെങ്കിലും RSSും BJP ന്യായീകരിച്ചിട്ടുണ്ടോ? സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്, അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ഒരു സംഘടന ഈ മാരകമായ ന്യായീകരണം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൂടി കുറ്റവാളിയാക്കുകയും ശിക്ഷാനുള്ള വിധേയമാക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും കയറ്റവും കൊടുക്കുന്നതിൽ പിന്നീട് എന്ത് താല്പര്യമാണ് ഉണ്ടായത്? ഇത് പറയുമ്പോഴും നാഥുറാം വിനായക ഗോഡ്സെയുടെ ചെയ്തികളെയോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയോ ഇന്നേ വരെ BJP സ്വീകരിക്കുന്നില്ല. BJP അതിന് ശക്തിയുക്തം എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. പക്ഷേ CPM ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഏതെങ്കിലും കോടതി രേഖകളിൽ RSS ആരോപണ വിധേയമായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ കേരളത്തിൽ ഒരുപക്ഷെ ആരുടെയൊക്കെ കയ്യടി കിട്ടാൻ നിങ്ങൾ ഈ കാണിക്കുന്ന നിലവാരം കുറഞ്ഞ പദ്ധതികൾ മാത്രമല്ല, ഇത് പറയുന്നവരൊക്കെ കോടതിയിലെത്തുമ്പോൾ മാപ്പ് പറയുന്നു എന്നുള്ളതും നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമില്ലേ സ്മൃതി? ഒരു നുണ ആവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതനുസരിച്ച് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ? വൈശാഖിൻ്റെ കരിഞ്ഞകാല ചരിത്രം വസീഫ അധികം ദൂരെയൊന്നുമല്ലല്ലോ നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ നിന്ന് NIT. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നടപടി എന്താണ് ഇതിന് മുമ്പുണ്ടായിരുന്നതെന്ന് രേഖപ്പെടുത്താൻ പറയാൻ എന്താ വൈമനസ്യം? അന്വേഷിക്കൂ നിങ്ങൾ. അപ്പം ഇതുമായിട്ട് ഞാൻ തുറക്കെ പറയുന്നു, അത് നടന്നതിൽ RSSുമായിട്ടോ BJPയുമായിട്ടോ ABVPയുമായിട്ടോ തരിമ്പെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ പോലീസ് കേസ് ശരി, വസീഫ് മറുപടി പറഞ്ഞോളൂ. അതിനുശേഷം ഞാൻ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ന്യായമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ? അതിന് പിന്നിൽ ABVP അല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പരുത്തിക്കാട്, നിങ്ങൾക്ക് പ്രോഗ്രാമിനെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കോഴിക്കോട് റിപ്പോർട്ടറെ ഇരുത്താമായിരുന്നു. പ്രോഗ്രാമിനെതിരെ പല ആരോപണങ്ങളും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പല കാരണങ്ങളും ഇവിടെ കേരളത്തിലിരുന്നിട്ട് പക്ഷെ നിങ്ങളുടെ നേതൃത്വം അതിന് തയ്യാറാകില്ല. നിങ്ങളെ നടപടിയെടുക്കും. ഞാനിപ്പോ ഇവിടെ ചോദിച്ചു, പൂജാ ശകുൻ പാണ്ഡെ നിങ്ങൾ തള്ളിപ്പറയോ? ഈ NIT-യിലെ പ്രൊഫസറെ നിങ്ങൾ തള്ളിപ്പറയോ? നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുമോ? ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചു. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. മഹാത്മാവിനെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വവൽക്കരിച്ച NIT-യിലെ പ്രൊഫസറെ നിങ്ങൾ തള്ളിപ്പറയോ? അത് പറ. NIT സംഘർഷത്തിൽ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള അതിൽ ഗൂഗിൾ ഒന്നും സെർച്ച് ചെയ്യണ്ടല്ലോ. പക്ഷേ വസീഫ് പറഞ്ഞോളൂ. അതിൽ ABVPക്ക് പങ്കുണ്ട്. അതിനകത്ത് ഈ ഡയറക്ടർക്ക് പങ്കുണ്ട്. ഈ ഡയറക്ടറും അവിടുത്തെ പിന്നെ അധികാരികളും ഒക്കെ കുറച്ച് കാലങ്ങളായി RSS എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. RSS എങ്ങനെയാണ് കലാലയങ്ങൾക്കകത്ത് കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാ. ഞങ്ങൾ ഇന്നലെ വരല്ല, ഞങ്ങൾ ഒട്ടനവധി പ്രകടനവും പ്രതിഷേധവും NIT-യിലേക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഈ NIT-യിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. കേസെടുക്കാത്തത് നമുക്ക് വേറെ പരിശോധിക്കാം. പരാതി കൊടുത്തിട്ടുണ്ടോ, കേസെടുത്തിട്ടുണ്ടോ നമുക്ക് വേറെ പരിശോധിക്കാം. NIT-യിലെ ഈ രജിസ്ട്രാറും ഈ ഡയറക്ടറും ഒക്കെ എന്താണ് എന്നുള്ളത് സമൂഹത്തിനറിയാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കൂ. ഈ ഡയറക്ടറും ഈ പറയുന്ന രജിസ്ട്രാറും അവിടുത്തെ അധ്യാപകരും സ്വഭാവം എന്താണ്? മന്ത്രിയെ കണ്ടിരുന്നു. ആ ബൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അത് പുറത്തുവിട്ട് കേൾപ്പിച്ചു കൊടുക്കേ. അല്ല, ഇതിന് ഉത്തരം ഒറ്റ ഒന്നേ ഉള്ളൂ സ്മൃതി. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടർ സാനിയോ മനോമി പറഞ്ഞൊന്ന് പുറത്തു വിടൂ, ഒന്ന് റീപ്ലൈ ചെയ്യിച്ചാൽ മതി. ഞാൻ പിന്മാറി. താങ്കൾ എന്താണ് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത് അത് പറയൂ.
അവിടെ ABVP-യുടെ ഒരു സംഘടന ഇല്ലേ മാഷേ? കളവാണെങ്കിൽ കേസെടുത്തിട്ടുണ്ടോ? ഈ NIT-ക്കകത്ത് ABVP-യുമായി ബന്ധപ്പെട്ട സംഘടനകളില്ലേ? അല്ല, അതുമായിട്ട് RSS-മായി ബന്ധപ്പെട്ട സംഘടനകളില്ലേ? നമ്മുടെ ചർച്ച എന്താ? വസീഫ്, ഞാൻ ടി. പി. പറഞ്ഞു ജയചന്ദ്രൻ അല്ല, RSS-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് കരുതി കേസെടുക്കാൻ പറ്റുമോ? വസീഫ് നിങ്ങൾ ഒറ്റ കാര്യം. ഒരു നിങ്ങൾ മിനിറ്റ് ശ്രീ തെളിയിച്ചോ? ടി. പി. ചന്ദ്രൻ, ഞാൻ ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അവിടെ സംഘർഷത്തിൽ ABVP-ക്ക് പ്രധാന പങ്കുണ്ട് എന്ന് താങ്കൾ വിശദീകരിച്ചു. എന്താണ് കേസ് എടുക്കാഞ്ഞത് എന്നാണ് ടി. പി. ജയചന്ദ്രൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ പിണറായിയുടെ പോലീസല്ലേ, എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിക്കുന്നു. മറുപടി പറഞ്ഞു. അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സ്മൃതി, ഇതിൽ വൈശാഖാണ് ഒരു ഭാഗത്തുള്ള കക്ഷി. അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുമാണ് തീരുമാനിക്കേണ്ടത് പുറത്ത് പരാതി കൊടുക്കണോ കേസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. ഞങ്ങൾ അതിലെന്ത് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ വിദ്യാർത്ഥിയെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ വിദ്യാർത്ഥി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആ വിദ്യാർത്ഥി പരാതി കൊടുക്കാതെ കേസെടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോലീസ് മറ്റ് അന്വേഷണം നടത്തി ഈ അവിടുത്തെ സംഘർഷ സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് അവിടുത്തെ സംഘർഷത്തെക്കുറിച്ച് വളരെ സമഗ്രമായ അന്വേഷണം നടത്തി ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്ന് സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാണാം. വസീഫ്, അതിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ സംഘടനയും അവിടെ നടക്കുന്ന സാഹചര്യങ്ങളെ പുറത്തുനിന്ന് നോക്കിക്കാണുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. പലതും അറിഞ്ഞിട്ടില്ല, വൈകി അറിയുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം അത്ഭുതകരമാണ്. ഞാൻ ഒന്ന് ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പരാതി കൊടുപ്പിക്കുക എന്നുള്ളത് സ്മൃതി. ഒരു കലാലയത്തിനകത്ത് NIT പോലെയുള്ള ഒരു കലാലയത്തിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും? പരാതി കൊടുത്തു. അതിനകത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അദ്ദേഹം പരാതി കൊടുത്തോ ഇല്ലേ, അല്ലെങ്കിൽ പരാതി എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ആ വിദ്യാർത്ഥിയല്ലേ പറയുന്നത്. അവിടെ ഒരു കാവ്യവൽക്കരണത്തിന്റെ ലക്ഷണങ്ങൾ അവിടെ SFI-യുടെ യൂണിറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ SFI-യുടെ നേതൃത്വത്തിലോ അല്ല അതിനകത്ത് നടന്ന സമരവും അതിനകത്ത് നടന്ന സംഭവവികാസങ്ങളും. വസീഫ്, ഞാൻ ദാമോദർ പ്രസാദിലേക്കാണ്. ദാമോദർ പ്രസാദ്, അവിടെ കാവ്യവൽക്കരണത്തിന്റെ കാര്യങ്ങൾ കുറച്ചു കാലമായി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രം സസ്പെൻഡ് ചെയ്യാനുണ്ടായത്. ഇപ്പോൾ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ആ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഇപ്പോൾ അടച്ചിടുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ ദാമോദർ പ്രസാദ് എങ്ങനെയാണ് കാണുന്നത്? പിൻവലിച്ചിട്ടില്ല, മരവിപ്പിച്ചിട്ടേ ഉള്ളൂ സ്മൃതി. മരവിപ്പിച്ചു. ശരി, ദാമോദർ പ്രസാദ്, സ്മൃതി, ഈ വിഷയത്തെ അന്വേഷണ കമ്മീഷൻ ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല. ഞാൻ അത്ര ശ്രദ്ധാപൂർവ്വം വിഷയം നോക്കിയിട്ടില്ല. അത് ആ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്തയെക്കുറിച്ച് പരാമർശമുണ്ടോ? അത് കാണാൻ എനിക്ക് നിർഭാഗ്യവശാൽ കാണാനും പറ്റിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അത് തുറന്നു പറയണമല്ലോ. പക്ഷേ ഈ നമ്മുടെ കാവ്യവൽക്കരണത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയമാണെങ്കിൽ അത് വേറെ തന്നെ ഒരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു വസ്തുതയാണ്. അത് ഭരണകൂടത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അത് എനിക്കൊന്ന് BJPക്ക് നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. അവരും അതിനെക്കുറിച്ച് വളരെ ഓപ്പണാണ്. അതിന് ഇപ്പോൾ അദ്ദേഹം എന്നോട് സൂചിച്ചു സാമൂഹ്യ നിരീക്ഷണ രാഷ്ട്രീയത്തെക്കുറിച്ച്. എല്ലാവർക്കും രാഷ്ട്രീയം, നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്പേസ്. പക്ഷേ ആ വിയോജിക്കാനുള്ള സ്പേസ് രേഖപ്പെടുത്താനുള്ള സ്പേസ് ഇല്ലാതാവുന്ന വിധത്തിൽ, വിമതാഭിപ്രായങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ നമ്മുടെ വ്യവസ്ഥ മാറുമ്പോഴാണ് ആശങ്കയുണ്ടാകുന്നത്. മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ നിന്ന് അധ്യായങ്ങൾ മാറ്റുന്നു, എഡിറ്റ് ചെയ്ത് മാറ്റുന്നു തുടങ്ങിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കുറച്ച് കാലത്ത് അതൊക്കെ ഓപ്പൺ ആയിട്ടുള്ളതാണ്. അതിനൊരു ഹിഡൻ അജണ്ട ഒന്നുമില്ല. വളരെ പ്രകടമായി തന്നെ നടക്കുന്ന കാര്യമാണ്. മിഡീവൽ ഹിസ്റ്ററി പുറത്ത് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്ന ഒരു വലിയ ചെലവ്. വൈശാഖ് എന്ന വിദ്യാർത്ഥിയെ കുറിച്ച് പറയുന്നു, ഒരു പ്രശ്നക്കാരനാണെന്ന് പറയുന്നു. ഈ പ്രതിഷ്ഠാ ദിനത്തിൽ കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ വരച്ച ജയ് ശ്രീറാം വിളി മുഴക്കുകയായിരുന്നു. അത് ശരിയായ നടപടിയാണ് NIT പോലെ ഒരു സ്ഥലത്ത് എന്ന് കരുതുന്നുണ്ടോ BJP? സ്മൃതി, ഞാനിവിടെ വരുന്നതിന് മുമ്പ് കൊടുവള്ളി MLA നേതൃത്വമുള്ള ഒരു ഫെസ്റ്റ് കണ്ടു. ആ ഫെസ്റ്റിന് അച്ചടിച്ചിരിക്കുന്ന ഞങ്ങളുടെ കാർഡുകളൊക്കെ പച്ച നിറത്തില്ല. എനിക്കൊരു അസൗകര്യവും തോന്നിയിട്ടില്ല, ഒരു അസ്വാഭാവികതയും തോന്നിയിട്ടില്ല. എന്താണ്? കേരളത്തിലെ പോലീസ്, തിരുവനന്തപുരത്തെ പോലീസ് കോമ്പൗണ്ടിനകത്ത് മരങ്ങളുടെയൊക്കെ അടിഭാഗത്ത് കാവി ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ബീച്ചിലെ മരങ്ങളുടെ എനിക്കൊരു അസ്വാഭാവികതയും തോന്നിയിട്ടില്ല. ചിലയിടത്ത് ചുവപ്പ് വരച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ PWDയുടെ പാലങ്ങളുടെ സൈഡിൽ വെള്ളയും ചുവപ്പുമാണ്. നേരത്തെ അത് നീലയായിരുന്നു. ഞാൻ ഇന്ത്യയുടെ ഭൂപടത്തെ കുറിച്ചാണ് ചോദിച്ചത്. കാവി എന്താ ഇന്ത്യയിൽ നിരോധിച്ച ഒരു കേരളത്തിൽ നിരോധിച്ച നിറമാണോ കാവി? ആന്ധ്രാപ്രദേശിലെ കുട്ടികൾക്ക് അവിടുത്തെ സയൻസ് ആൻഡ് സ്പിരിച്വൽ ഓർഗനൈസേഷന് ഈ ചിത്രം വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ?
തിരിച്ച് ചുവപ്പിൽ നമുക്കറിയാം ചില ക്യാമ്പസിൽ ചുവന്ന മണ്ണിലേക്ക് സ്വാഗതം, അവിടെ കറുത്ത പാറയായിരിക്കും ചിലപ്പോൾ. നമ്മളത് ഉൾക്കൊള്ളുന്നില്ലേ? അസഹിഷ്ണുത ഏത് ഭാഗത്തു നിന്നുണ്ടായത്? ആരാണ് ഈ പ്രത്തെ സംഘർഷത്തിന് പോയത്? എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാൻ ഇന്ത്യയുടെ ഭൂപടം മുഴുവൻ കാവി നിറത്തിൽ വരയ്ക്കുന്നതിൽ തെറ്റില്ല അല്ലേ? അല്ല, അത് വരയ്ക്കുന്നതിൽ തെറ്റോ ശരിയോ, അത് വരയ്ക്കുന്നവന്റെ മനോധർമ്മമാണ്. വെള്ള മണലിൽ വരയ്ക്കുന്നവരുണ്ട്. ആ മനോധർമ്മം ഇന്ത്യ രാമരാജ്യമല്ല എന്ന ബാനർ ഉയർത്തിയ ആൾക്കുമുണ്ട്. ടി.പി. ജയചന്ദ്രൻ തിരിച്ച് ഇന്ത്യ രാമരാജ്യമല്ല, ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന ബാനർ ഉയർത്തിയ ആൾക്കുമുണ്ട് മനോധർമ്മം. വൈവിധ്യം ഒരു മനോധർമ്മം മാത്രം അംഗീകരിക്കാം, വൈവിധ്യം. മറ്റേ മനോധർമ്മക്കാരെങ്ങനെയാണ് ശരിയാവുക? പറയുമോ സ്മൃതി? രാമരാജ്യമാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞ ഗാന്ധി ആയിരിക്കില്ല ഏറ്റവും വലിയ വർഗീയവാദി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാമരാജ്യമല്ല, രാമനും റഹീമും ഒരുപോലെ രാമനും റഹീമും ഒരുപോലെ എന്നാണ്. അല്ല, ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാ ചരിത്രവും തുടച്ചു നീക്കിയിട്ടില്ലല്ലോ, ഇവിടെ കിടക്കുന്നുണ്ടല്ലോ കുറച്ച്. സ്മൃതി ഉദ്ദേശിക്കുന്നതാണ് എന്ന് സ്മൃതി വിശ്വസിക്കുന്നു. സ്മൃതി, നിങ്ങൾക്കത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വെച്ചു തരുമ്പോൾ തിരിച്ചല്ല നിങ്ങൾ തരണ്ട എനിക്ക് സ്വാതന്ത്ര്യം. നിങ്ങൾ തരുന്നതല്ല എന്റെ സ്വാതന്ത്ര്യം ശ്രീ ടി.പി. ജയചന്ദ്രൻ. അതല്ലേ സ്വാതന്ത്ര്യം? നിങ്ങൾ തരുന്നതല്ല എന്റെ സ്വാതന്ത്ര്യം ശ്രീ ടി.പി. ജയചന്ദ്രൻ. ഞാൻ പറയുന്നത് ഗാന്ധിയുടെ രാമൻ അതല്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ടീച്ചർക്കെതിരെ നടപടിയെടുക്കാൻ വിശ്വസിക്കാവുന്നവർക്ക് അതും ചെയ്യാം. നിങ്ങൾ ഈ ഗാന്ധിയുടെ രാമനെ കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ആ അധ്യാപികയ്ക്ക് പഠിപ്പിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ എന്താണ് പതറുന്നത് ശ്രീ ടി.പി. ജയചന്ദ്രൻ? സൈബർ പോലീസിന്റെ കയ്യിൽ കേസുണ്ട്. സൈബർ പോലീസിന്റെ കയ്യിൽ കേസുണ്ട്. അതെ, പിണറായി പോലീസാണല്ലോ കേസെടുത്തത്. താങ്കൾ ഈ പറയുന്ന പിണറായി പോലീസാണല്ലോ മഹാത്മാഗാന്ധിയെ കുറിച്ച് സംസാരിക്കുന്ന ആളല്ലേ? അല്ല, ക്യാമ്പസിൽ നിന്ന് നടപടിയെടുക്കാൻ നിങ്ങൾക്കാണല്ലോ, നിങ്ങളല്ലേ നിയന്ത്രിക്കുന്നത്. പഠിപ്പിക്കാൻ യോഗ്യതയുണ്ടോ? ചിത്രം ഇതാട്ടോ. അല്ല, ഞാനല്ലല്ലോ. അതൊരു ഓട്ടോണമസ് ബോഡിയാണെന്ന് താങ്കൾക്ക് അറിയുമോ? അതൊരു ഓട്ടോണമസ് ബോഡിയാണെന്ന് താങ്കൾക്ക് അറിയുമോ? വസീഫെ, താങ്കൾ ഡിവൈഎഫ്ഐയുടെ വലിയ അതൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നതെന്ന് മാഷി നമുക്കൊക്കെ അറിയാം. ഈ NIT-കളെയും IIT-കളെയും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അവിടെയുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. സർവകലാശാലകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല കേന്ദ്ര സർവകലാശാലകളെ. ഞങ്ങൾ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത് പോലെ അല്ല നിങ്ങൾ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ അവിടെ ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരെയൊക്കെ വിലക്കെടുക്കുന്നത് എന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചു ABVP-യുമായി ബന്ധമുണ്ടോ എന്ന്. SNS എന്ന് പറയുന്ന സംഘടനക്ക്, SNS എന്ന് പറയുന്ന ക്ലബിന് ABVP-യുമായിട്ട് ബന്ധമുണ്ടോ? RSS-ആയിട്ട് ബന്ധമുണ്ടോ? അല്ല, ഇത് തന്നെ പറ. ഈ കാര്യം തന്നെ പറഞ്ഞു തീർക്കാം നമുക്ക്. ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞ സർക്കാർ സംവിധാനമാണോ? ഒരു കാര്യം കൂടി വസീഫോട് ചോദിക്കട്ടെ. 2 ഡയറക്ടർമാർ വസീഫ്. അല്ല, ആ കാര്യമല്ലല്ലോ ചർച്ച. കേരള സർക്കാർ ചർച്ച ഇവിടെ എന്താ? NIT-ലെ വിദ്യാർത്ഥിയെ രാമക്ഷേത്രമല്ല എന്ന് പറഞ്ഞ് നടപടിയെടുത്തതാ ഒന്ന്. 2, NIT-ലെ ടീച്ചർ, NIT-ലെ പ്രൊഫസർ എന്താണ് ഗാന്ധി അപമാനിച്ചതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നിങ്ങളുടെ മന്ത്രി RSS-ന് വേണ്ടി ജയ് വിളിപ്പിച്ചതാണ് മൂന്നാമത്തത്. ഈ വിഷയത്തെ കുറിച്ച് ചർച്ച പറയാം. പക്ഷേ ഈ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറ. എന്റെ ചോദ്യം, ആ വിദ്യാർത്ഥിയെ വൈശാഖിനെ പുറത്താക്കിയത് ശരിയോ? 2, നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ മഹാത്മാഗാന്ധിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി അപമാനിച്ച ടീച്ചർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ BJP ആവശ്യപ്പെടുവോ? നിങ്ങൾ BJP ആവശ്യപ്പെടുവോ? 3, നിങ്ങളുടെ മന്ത്രി കോഴിക്കോട് വന്ന് നടത്തിയ ആഹ്വാനം ശരിയോ തെറ്റോ? അതിനെ കുറിച്ച് പറ. ഈ രാജ്യത്തുടനീളം നിങ്ങൾ ഗാന്ധിയെയും ഗാന്ധി ചിന്തകളെയും ആക്ഷേപിക്കുകയാണ്. ഈ രാജ്യത്തുടനീളം സർവകലാശാലകളെ നിങ്ങൾ കാൽവൽക്കരിക്കാൻ പരിശ്രമിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ മോശമായി ചിത്രീകരിക്കുന്നവരെ വൈസ് ചാൻസലർ ആക്കുന്നു. അതുപോലെ തന്നെ RSS-ന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ UGC-യുടെ ചെയർമാൻ ആക്കുന്നു. ABVP-യുടെ നേതാക്കന്മാരുടെ 100ാം ചരമവാർഷിക ദിനം പോലും ആഘോഷിക്കണമെന്ന് ക്യാമ്പസുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഇതൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത്. പറയൂ ശ്രീ ടി.പി. ജയചന്ദ്രൻ. 30 സെക്കൻഡ്. വസീഫെ, കോഴിക്കോട് NIT-യുടെ ഗവേണിംഗ് ബോഡിയിൽ പിണറായി സർക്കാർ നിശ്ചയിച്ച 2 പ്രതിനിധികളുണ്ടോ? അവിടുത്തെ ഗവേണിംഗ് ബോഡിയിൽ പിണറായി സർക്കാർ നിശ്ചയിച്ച 2 പേരുണ്ടോ? ഈ അനീതിയൊക്കെ നടക്കുമ്പോൾ ഇവൾ എന്തിനു കൂട്ടുനിന്നു എന്ന് താങ്കൾ പറയുമോ? എത്ര പേരുണ്ട് മാഷേ? കേന്ദ്ര ഗവൺമെന്റിന് 2 പ്രതിനിധികളുണ്ട് മാഷേ. ഗവേണിംഗ് ബോഡി 4. ഗവേണിംഗ് ബോഡിയിൽ എത്ര പേരുണ്ട് മാഷേ മൊത്തം? താങ്കൾ പറയൂന്നേ, ഒരു വിയോജിപ്പുണ്ടോ? 4
നാലിൽ അല്ല, രണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്? സ്റ്റേറ്റ്. ഞാനിപ്പോ അത് പറയാനല്ലല്ലോ ഒന്ന്. ഞാൻ വന്നത് എന്തിനാ? ഒച്ച വെക്കല്ല. മൊത്തം എത്ര പേരുണ്ട് വാശി? അത് പറ. വസ്തുതാ വിരുദ്ധവും ഞാൻ പറയുന്നത് വസ്തുതകളും ഡാറ്റകളുമാണ്. അവിടെ ഞാൻ പറയാൻ വന്നത് വസ്തുതാ വിരുദ്ധമല്ല. ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് എന്താ? കേന്ദ്ര നോമിനിയും ഇന്ന് എന്നെയും നിങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചത് എന്തിനാ? NIT-ലെ വിദ്യാർത്ഥിയെ പുറത്താക്കിയത് ശരിയോ? NIT-ലെ പ്രൊഫസർ ഗാന്ധി അപമാനിച്ചത് ശരിയോ? ഒരു മന്ത്രി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.